അമ്പല ദർശനത്തിന് പോവുകയാണ്. ഡ്രൈവിംഗ് സ്കിൽ അമ്മയെ കാണിക്കാൻ വേണ്ടി അമ്മയെ മുൻ സീറ്റിലിരുത്തിയാണ് കുഞ്ചുവിൻ്റെ ഡ്രൈവിംഗ്. അതുകൊണ്ട് തന്നെ ഞാൻ പിൻസീറ്റിലേക്ക് തഴയപ്പെട്ടു. ഒരു കുണ്ടുപോലും ഒഴിവാക്കാതെയുള്ള യാത്ര എൻ്റെ പെടലി ഇന്നലെ ഉളുക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ കാർ യാത്ര വളരെയധികം അരോചകമായി എനിക്ക് അനുഭവപ്പെട്ടു. ഇതൊന്നും അറിയാതെ കൊഞ്ചുണ്ടാക്കുന്ന കുലുക്കങ്ങളെല്ലാം റോഡിൻ്റെ കുഴപ്പമാണെന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ. അവസാനം ഞങ്ങൾ അമ്പലത്തിലെത്തി. കുഞ്ചുവിൻ്റെ മികച്ച ഡ്രൈവിങ്ങിൻ്റെ സന്തോഷം പങ്കിടുകയാണ് ഇരുവരും. അമ്മയും മകളും വളരെ സന്തോഷവതികളായി അമ്പലത്തിലേക്ക് പോവുകയാണ്. പിഷാരികാവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ പ്രവേശനമാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം ഞങ്ങൾ വേർപെട്ടു. കാറിൻ്റെ പുറത്തിറങ്ങിയത് കൊണ്ടായിരിക്കാം ജീവിതത്തിൽ ഇതിനു മുന്നേ ഒന്നും അനുഭവിക്കാത്ത സമാധാനം തനിച്ച് അമ്പലദർശനം നടത്തിയപ്പോൾ എനിക്ക് ലഭിച്ചു. പ്രദക്ഷിണം കഴിഞ്ഞ് വരുമ്പോഴേക്കും വീണ്ടും അമ്മയെയും മകളെയും കണ്ടുമുട്ടി. അമ്മ എനിക്ക് പ്രസാദം തൊട്ട് തന്നു. ഞങ്ങൾ സെൽഫി എടുത്തു. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ശരിക്കും അമ്പലപ്പൊട്ടനെ പോലെ തന്നെ ആയില്ലേ. വീണ്ടും കാറിലേക്ക്. അമ്മയും മോളും വീണ്ടും റോഡിൻ്റെയും ടൂ വീലറിൻ്റെയും ഓട്ടോറിക്ഷയുടെയും കുറ്റം പറയുന്നുണ്ട്. അതും പോരാത്തതിന് അവർ പറയുകയാണ് പല കാര്യങ്ങളും ആണുങ്ങളെക്കാൾ കഴിവ് പെൺകുട്ടികൾക്കാണ്. ഡ്രൈവിങ്ങിൻ്റെ കാര്യം തന്നെ എടുത്താൽ സ്ത്രീകൾ വളരെ ക്ഷമയോടുകൂടിയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ആണുങ്ങൾക്ക് ക്ഷമയില്ല. 10 ആൺകുട്ടികൾക്ക് ഒരു പെൺകുട്ടി മതി എന്നൊക്കെ. ഞാൻ എൻ്റെ ഉളുക്കിയ പെടലിയും വെച്ച് പിൻസീറ്റിൽ ഒരക്ഷരം മിണ്ടാതെ ക്ഷമയുടെ നെല്ലിപ്പടിയിൽ ഒളിച്ചു.